വെൽക്കം ബാക്ക് മാളു സ്റ്റോറീസ്. മാളു സ്റ്റോറീസിൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് തൃശ്ശൂർ പോവാണ് ഗൈസ്, ആഫ്റ്റർ എ ലോങ് ടൈം. തൃശ്ശൂർ എന്താണ് പ്രോഗ്രാം എന്ന് ഞാൻ പറയാം. കഴിഞ്ഞ ദിവസം മാരേജ് കഴിഞ്ഞ കസിൻ്റെ ഒരു വിരുന്ന് ഫംഗ്ഷനാണ് തൃശ്ശൂർ. അപ്പോൾ ആളെ തൃശ്ശൂരേക്കാണ് കൊണ്ടുപോയത്. അപ്പം നമ്മൾ ഇന്ന് ഫാമിലി മെമ്പേഴ്സ് മൊത്തം തൃശ്ശൂരേക്ക് പോകും. ഇപ്പം സമയം 6 മണിയായി. 6 മണിക്ക് 5:45. 6 മണിക്ക് നമുക്ക് ഇവിടുന്ന് ബസ് എടുക്കും. അവിടെ ഒരു 7 മണി 8 മണി 9 മണി 9:30 10 മണിക്ക് ആകുമ്പോഴേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. കാരണം നമുക്കറിയാം തൃശ്ശൂരാണ്, ബ്ലോക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഒന്നാമത് മഴയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര നേരത്തെ നമ്മൾ പോകുന്നത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേണം. അവർക്ക് ഇന്ന് റിസപ്ഷനാണ്. മെഞ്ഞാന്നായിരുന്നു മാരേജ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്ന അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഗൈസ് ഇന്നത്തെ നമ്മുടെ വ്ളോഗിൽ വരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും വാച്ച് ചെയ്യുക. നമുക്ക് നേരെ ഇനി പോവാം. നമുക്ക് ബസ്സുള്ള സ്ഥലത്തേക്ക് പോകാം. അവിടെ എത്തിയിട്ട് കാരണം നമ്മളോട് 6 മണിക്ക് ഇവിടെ എത്താൻ പറഞ്ഞാണ്. നമ്മൾ 5:30 വരെ നമ്മൾ എത്തിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ വിളിച്ച് പറയും ഗൈസ് 7 മണിക്കാണ് ബസ് എന്ന്. ഞാനൊക്കെ എത്രയോ നേരത്തെ എണീറ്റ് പുറപ്പെട്ടത് ആലോചിച്ചിട്ട് എനിക്ക് സങ്കടമാവുന്നു ഗൈസ്. ഇനി 1 മണിക്കൂർ നമ്മൾ പോസ്റ്റാണ് ഇവിടെ. ബസ്സിനെയും കാണുന്നില്ല. ബസ്സും എനിക്ക് തോന്നുന്നു 7 മണിക്കാണ് എത്തില്ല. ബസ്സിലെങ്കിലും കയറിയിരിക്കുകയാണ്. നമ്മൾ ഫാമിലിയിൽ കുറച്ച് മെമ്പേഴ്സൊക്കെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ വിളിച്ചിട്ടാണ് പറയുന്നത് 7 മണിക്ക് വന്നാൽ മതി എന്നൊക്കെ ഉള്ളത്. എന്താക്കുന്ന അറിയില്ല ഗൈസ്. എനിക്കാണ് വിശന്നിട്ട് പള്ളയിൽ കാണുന്നുണ്ട്. 4 മണിക്ക് ഞാൻ എണീറ്റ ഗൈസ്. 4 മണിക്ക് വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ട്. അത് ആ ഒരു രോദന നിങ്ങൾ മനസ്സിലാക്കണം. ഇനിയിപ്പോൾ എന്തായാലും ഇവിടെ 1 മണിക്കൂർ നിൽക്കാന്നല്ലാണ്ട് നിവർത്തിയില്ല. നമുക്ക് വെയിറ്റ് ചെയ്യാം ഗൈസ്. അങ്ങനെ കട്ട പോസ്റ്റ് ഗൈസ്. അച്ഛൻ്റെ ഓട്ടോറിക്ഷ ഉള്ളത് കൊണ്ട് മാത്രം നമുക്ക് ഇരിക്കാനായി. ഇല്ലെങ്കിൽ നമ്മളിതാ ഇവർ നിൽക്കുന്ന പോലെ ഈ റോട്ടിൽ ഇങ്ങനെ നിൽക്കേണ്ട ഒരു അവസ്ഥയാണ്. ഇനി ബസ് എപ്പോഴാണ്? ബസ് വന്നു ഗൈസ്. ബസ് വന്നു ഗൈസ്. നമ്മൾ ഈ ഒരു ബസ്സിലാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ ഡ്രൈവർ ചേട്ടൻ ഗൈസ്. അങ്ങനെ ബസ്സിൽ നമ്മൾ ഫസ്റ്റ് എത്തി. ഇനി നമ്മൾ എവിടെ ഇരിക്കുന്നുള്ള കൺഫ്യൂഷൻ ആയിരിക്കും അടുത്തത്. ഗൈസ് അങ്ങനെ നമ്മൾ ഫൈനലി ബസ്സിൽ കയറി ഇരിക്കുകയാണ്. ആ ബസ് വന്നപ്പോൾ തന്നെ ഗൈസ് സമാധാനമായി. കാരണം നീണ്ട പോസ്റ്റിന് ശേഷമാണ് ബസ് എത്തിയത്. അപ്പം നമ്മൾ ബസ്സിൽ സേഫായിട്ട് പോയി വരാം. അങ്ങനെ ബസ്സിൽ പോകുമ്പോഴുള്ള യാത്രകളൊക്കെ നമുക്ക് കാണാം. എല്ലാവരും ഉണ്ട്. അമ്മ ഹായ്, സേ ഹായ്. ഐഷു ഹായ്. അതെ, ആൻറ്റി, സഞ്ജു, ബാക്കിയുള്ളവരൊക്കെ വരുന്നുള്ളൂ. അവർക്ക് ഇനി നമ്മൾ ഇനിയും ബസ്സിൽ നമ്മൾ കുറേ നേരം പോസ്റ്റ് അയക്കുന്നതാണ് എൻ്റെ ഒരു നിഗമനം ഗൈസ്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഭാവമായിട്ട് മഴ പെയ്യുന്നുണ്ട് നന്നായിട്ട്. രാവിലെ തന്നെ ഇത്ര ഒരുങ്ങി കെട്ടിയൊക്കെ വരണ്ടില്ലേ തൃശ്ശൂരേക്ക് പോകുമ്പോൾ. നല്ലോണം മഴ പെയ്യുന്നുണ്ട് ഗൈസ്. കുറേ പേര് അയ്യോ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്തെങ്കിലും ഒരു വർക്ക് എടുത്തുകൊണ്ട് നിൽക്കണം. ഇങ്ങനെ ഇരിക്കാന്ന് പറഞ്ഞാൽ എന്നെ കൊല്ലുന്നതിന് സമയമാണ്. ആരും വർത്താനം പറയാനില്ലേ. ഇവരോടൊക്കെ സ്ഥിരം വർത്താനം ഇനി പറയാനൊന്നും ബാക്കിയില്ല. ആരെങ്കിലും ഒന്ന് എൻ്റെ അടുത്ത് കിട്ടിയാൽ മതി, വർത്താനം പറയാൻ പറ്റും. ഞങ്ങൾക്കാണെങ്കിൽ സൈഡ് സീറ്റ് വേണമെന്ന് പറഞ്ഞാൽ അടിയായി. ഞാൻ അയച്ചു ഓക്കാ സൈഡ് സീറ്റ് വേണം. ഞാനിപ്പുറം കുത്തിരിക്കാവുന്ന അമ്മയും ഞാൻ എനിക്ക് മസ്റ്റായിട്ട് സൈഡ് സീറ്റ് വേണം വ്ളോഗ് എടുക്കുന്നതുകൊണ്ടെന്ന് പറഞ്ഞ് അടി ഉണ്ടാക്കിയാണ് ഞാൻ മുന്നിൽ ഇരുന്നത് ഗൈസ്. എനിക്കും സൈഡ് സീറ്റ്, അവൾക്കും സൈഡ് സീറ്റ്. അവളും ഹാപ്പി, ഞാനും ഹാപ്പി ഗൈസ്. ഇനി ബസ് എടുത്താൽ മതി. അതിനൊരു ഹാപ്പി കുറവുണ്ട്. ബാക്കിയെല്ലാം ആയി. ഇനി ബസ് എടുത്താൽ ഡബിൾ ഹാപ്പി. ഞങ്ങൾ ആദ്യം വന്ന് ബസ്സിലിരുന്നുകൊണ്ട് നമ്മൾ മഴ നനയാതെ സെറ്റായിട്ടിരിക്കാൻ പറ്റും. അതേ സ്ഥാനത്ത് ഇപ്പോൾ വരുന്നവർ മഴയിൽ കുളിക്കും ഗൈസ്. അത്രയും മഴ പെയ്യുന്നുണ്ട്. ഈ സംഭവമാണെങ്കിൽ വലിച്ചിട്ടങ്ങോട്ട് വലിയൊന്നുമില്ല. പിന്നെ എങ്ങനെ അടയ്ക്കുന്നത്? അച്ഛൻ കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് നീങ്ങി തന്ന് പോയത് അവിടെ കയറ്റിയപ്പോൾ. ഇത് ഞാനായിട്ട് വലിച്ചിട്ട് വരുന്നില്ല.
രണ്ട് കൈയും വെച്ചാൽ ആശ്രാന്ത പരിശ്രമം നടത്തട്ടെ. ഗൈസ് അങ്ങനെ നീണ്ട അരമണിക്കൂറിന് ശേഷം ബസ് സ്റ്റാർട്ടാക്കി ഗൈസ്. ഗൈസ് അപ്പോൾ കുറേ നേരത്തിന് ശേഷം നമ്മൾ ബസ്സിൽ നിന്ന് താഴോട്ടിറങ്ങി. മുള്ളാമുട്ടിയിൽ ഒരു രക്ഷയില്ലേയും ഗൈസ്. പെട്രോൾ പമ്പിൽ നിർത്തിയില്ല. അവസാനം നമ്മൾ അത്രയും നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ മുള്ളി ഇനി നേരെ നമുക്ക് ചായ കുടിക്കണം. പക്ഷേ എല്ലാവരും അവിടെ ചായ കുടിച്ച് തുടങ്ങി. ആ കോർണറിൽ എല്ലാവരും ചായ കുടിക്കുന്നുണ്ട്. സോ ഇനി നമുക്ക് പോയി വേഗം ചായ കുടിക്കണം. അവിടെ എത്താനായില്ല. നമ്മൾ തൃശ്ശൂർ എടപ്പാൾ എത്തിയിട്ടേ ഉള്ളൂ. സോ ഇനിയും കുറച്ചും കൂടെ പോകാനുണ്ട്. സോ നമുക്ക് വേഗം പോയി ചായ കുടിക്കാം. ഗൈസ് അപ്പം നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നാണ്. അതങ്ങനെ പൊതിയിലാക്കിയിട്ട് ഉപ്പുമാവാണ് ടുഡേ സ്പെഷ്യൽ ഗൈസ്. രാവിലെ ഉപ്പുമാവും പഴവും എല്ലാവരും ഇവിടെ നിന്ന് കുടിക്കുന്നുണ്ട് ഗൈസ്. കഴിക്കട്ടെ കഴിച്ചു. ഗൈസ് എല്ലാവരും ചായ കുടിക്കുന്ന തിരക്കിലാണ്. എന്താ എന്റെ ഓടിക്കാണുന്നു. ഗൈസ് അപ്പോൾ നമ്മൾ ചായ കുടിച്ചു. ദെൻ ഇനി നമ്മൾ വീണ്ടും ബസ്സിലേക്ക് തന്നെയാണ്. എല്ലാവരും ചായ കുടിക്കുന്ന തിരക്കിലൊക്കെയാണ്. എല്ലാവർക്കും നല്ലോണം വിശന്നുണ്ട്. കാരണം ഒരു 5 മണി 5:30 ആകുമ്പോഴേക്കും എല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങിയ ആൾക്കാരാണ്. ഒന്നും ഒരു ചായ പോലും കുടിക്കാണ്ട്. സോ നമ്മൾ ഇനി നേരെ ബസ്സിൽ കയറും. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നു 1 മണിക്കൂറിൻ്റെ അടുത്തും കൂടെ ഉണ്ടെന്ന്. കാരണം നമ്മളിപ്പോൾ പ്രോപ്പർ എടപ്പാൾ എത്തിയിട്ടേ ഉള്ളൂ. തൃശ്ശൂർ ചാലക്കുടി ഭാഗത്ത് 2 hours ഉണ്ട് ഗൈസ്. 2 hours ഉണ്ട് ഇവിടുന്ന്. സോ നമുക്ക് എന്തായാലും ബസ്സിൽ കയറാം. എന്തായാലും 2 മണിക്കൂർ ഇനി ബസ്സിൽ. ഇനിയിപ്പോൾ സ്വസ്ഥമായിട്ട് ബസ്സിലിരിക്കുകയാണ്. എല്ലാവർക്കും വയറും മനസ്സും എല്ലാവരും ബാത്റൂമിലൊക്കെ പോയി ഫുൾ ഫ്രീ ആയി. സോ നമുക്കിനി അവിടെ എത്തിയിട്ട് കാണാം. നമ്മളെ വീഡിയോയിൽ എപ്പോഴും കാണുന്ന സഞ്ജുവിൻ്റെ ചെറിയ അനിയൻ ഷാരു ചേട്ടൻ. എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര? നമ്മളെ എത്താൻ 2 മണിക്കൂറുകൾ ഇതുവരെ എത്തിയെങ്കിൽ പറയും. ഇതുവരെ ഇവൻ എന്നെ അപമാനിക്കും ഗൈസ്. സാധാ ബസ് പോകുന്ന പോലെ അത് എനിക്കും അറിയാലോ. അത് നിർത്തി അപമാനിക്കുക. സാധാ ബസ് പോകുന്ന പോലെ എനിക്കറിയാം. എന്നാലും കുറച്ചും കൂടെ എന്താ പറയാ, ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ഉണ്ടല്ലോ. അതിന് എന്നോട് ഞാൻ ചോദിച്ചില്ല. ആ ചോദ്യം ഞാൻ തിരിച്ചെടുത്തു. ഷാനു ഒരു ഹായ് പറ. ടാറ്റ പറ. ഓ ഷൂ ഇടുന്ന തിരക്കിലാണ് ഗൈസ്. അപ്പൊ ഷൂ ഇടുന്ന തിരക്കിൽ നമ്മൾ ഒന്നും പറഞ്ഞാൽ അങ്ങോട്ട് ഏശൂല. അതാ ഷൂ എടുത്ത് ഏട്ടന് നെഞ്ഞത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഗൈസ് ബസ് ഇപ്പൊ കാലിയാണ്. എന്തൊരു സമാധാനം. ഇപ്പൊ 5 മിനിറ്റ് കൂടി കഴിഞ്ഞതാ ഓരോരുത്തരായിട്ട് ഐഷ് കയറി വരുന്നുണ്ട്. ഓരോരുത്തരായിട്ട് കയറി വരുന്നതായിരിക്കും. ഞാൻ സത്യം പറഞ്ഞാൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഉറങ്ങിയിട്ടുണ്ട് കുറച്ചു നേരം. പിന്നാണെങ്കിൽ ഉറങ്ങി എണീറ്റപ്പം ഞാൻ ഉറങ്ങിയിട്ടുണ്ട്. ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞെന്ന് ഉറങ്ങിയതാ. ഉറങ്ങി എണീറ്റപ്പോൾ ആണെങ്കിൽ മുള്ളാമുട്ടെന്ന് ആ സ്പോട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബസ് നിന്നത് പിന്നെ 1.5 മണിക്കൂർ ശേഷമാണ്. വല്ലാത്തൊരവസ്ഥയാണ് ഗൈസ്. ഓ ഇപ്പം എന്തായാലും സമാധാനമായി. സോ ഇനി നമുക്ക് നേരെ അങ്ങോട്ട് പോണം. ക്യാമറ പോക്കുന്നില്ല. മുട്ടായി കൊണ്ടോ ഒരു കുട്ടി മുട്ടായി കഴിച്ച് ഇവ കൊണ്ടുവന്നിട്ട് ഇവനെ എനിക്ക് തരുന്നില്ല. മര്യാദക്ക് തന്നോ? ഇല്ല ഇപ്പൊ ഇവിടെ ഹഡ്ഡി നടക്കും. കൊണ്ടോ ആ താങ്ക് യു ഗൈസ്. എനിക്ക് ഡയറി മിൽക്ക് കിട്ടി. കരയരുത്. ഓൻ്റെ ഒരു ബോക്സ് മുട്ടായി ഉണ്ട്. ഞാൻ ഒന്നല്ല എടുത്തിട്ടുള്ളൂ. അതാ ഷാനുവിനാ മുട്ടായി.
കിട്ടി, ഡയറി മിൽക്ക് കിട്ടി. ഷാനുന് വേണോ? വേണ്ട, ഞാൻ എടുക്കട്ടെ. ഇത് ഞാൻ എടുക്കട്ടെ? ഇത് ഞാൻ എടുക്കാൻ പാടില്ല. അപ്പം നമ്മൾ ഡയറി മിൽക്ക് സാപ്പിടണം. ഓരോരുത്തരായി ബസ്സിലേക്ക് ആവോന ഗൈസ്, ആവോന. ഡയറി മിൽക്ക് എല്ലാം കൂടി ഒട്ടി അങ്ങ് എത്തിയിട്ടുണ്ട്, തണുപ്പില്ലായിട്ട് ഗൈസ്. ഗൈസ് ഞങ്ങൾ പെണ്ണ് ആലോചിക്കുന്നുണ്ട്. കുട്ടമണി എന്നാണ് പേര്. ആ പേര് കേൾക്കുമ്പോ തന്നെ പെൺകുട്ടികൾ അറിയോട്. വീണ്ടും മഴ ഗൈസ്. നമ്മൾ ഇതുവരെ അവിടെ എത്തിയിട്ടില്ല. ഞങ്ങൾ ഇവിടെ എത്തുന്നവരെ മഴ ഇല്ലായിരുന്നു ബസ്. ഇതാ ഇപ്പൊ നമ്മൾ അവിടെ ലാൻഡ് ചെയ്യാൻ പോകുന്നു തോന്നിയപ്പോതാ ഫുൾ മഴ ഗൈസ്. എന്തോ മഴയ്ക്ക് നമ്മളെ ഇഷ്ടമാണ് ഗൈസ്. ഒരാൾ വേക്കുന്ന പാർത്ത് വെക്കും. അങ്ങനെ നമ്മൾ ഫൈനലി എത്തി ഓഡിറ്റോറിയത്തിൽ. കേക്ക് കട്ടിങ് സെറിമണി ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ കയറാണ്. കുറേ ഐറ്റംസ് ഉണ്ട്. പന്നി, ബീഫ്, പൊറോട്ട, ചപ്പാത്തി, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. സോ കഴിച്ചിട്ട് കാണാം ഗൈസ്. ഗൈസ് നല്ല ഗൈസ് താറാവുണ്ട്, പന്നിയുണ്ട്, ചിക്കൻ ഉണ്ട്. ആ ഇതാ പന്നി, തോർക്കന്നെ പന്നി. ഫുഡ് വേറില്ല. ഇവിടെ ആണെങ്കിൽ ഒരു രക്ഷയില്ല. ഐസ്ക്രീം ഒരു സ്പൂൺ എടുത്തില്ലട്. സ്പൂൺ എടുക്കാൻ പോല നോക്കട്ടെ. സോ ഗൈസ് അടിപൊളി ഫുഡ് ആയിരുന്നു. താറാവ്, പന്നി, പിന്നെന്തേനും പോർക്ക്. പന്നി പോർക്ക് സെയിം സാധനം. പിന്നെ ചിക്കൻ, പൊറാട്ട, അപ്പം, നൈസ് പത്തിരി, നെയ്ച്ചോറ്, ഫ്രൈഡ് റൈസ്, ഇതാ പ്ലസ് ഫ്രൂട്ട് സലാഡ്. ഒരു തരംഗം തന്നെയായിരുന്നു ഗൈസ്. ഫുഡ് ഒരു രക്ഷയില്ലായിരുന്നു. സോ ഞാൻ കഴിക്കട്ടെ കേട്ടോ. എനിക്കിങ്ങനെ കയ്യിൽ വെച്ചിട്ട് കൊതിയാവുന്ന കഴിച്ചിട്ട് ഞാൻ കഴിക്കട്ടെ. സൂപ്പർ ഗൈസ്, രക്ഷയില്ല. എൻ്റെ ഫോളോവേഴ്സ് ഗൈസ്. അപ്പം ഓഡിറ്റോറിയത്തിൽ നിന്ന് ഇറങ്ങി. അപ്പം ഫംഗ്ഷനൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു. കുറേ പാട്ടും ഡാൻസും നല്ല ഫുഡും
ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫംഗ്ഷൻ ഏകദേശം തീർന്ന് നമ്മളെ ഫംഗ്ഷൻ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങേണ്ട ടൈമായി. സോ ഇവിടെ ഓൾറെഡി ഇന്ന് റിസപ്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇനി റിസപ്ഷൻ്റെ ആളുകളൊക്കെ എത്തും. പിന്നെ ഇനിയിപ്പം നമ്മൾ നേരെ പെണ്ണിൻ്റെ വീട്ടിലോട്ട് പോവാണ്, ചെക്കൻ്റെ വീട്ടിലോട്ട്. അപ്പോൾ പെണ്ണിൻ്റെ വീടും കൂടെ ആയല്ലോ, അപ്പോൾ നമ്മൾ ചെക്കൻ്റെ വീട് കാണണം. അപ്പം ഇവിടെ നേരെ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. സോ ചെക്കൻ്റെ വീട്ടിലെ കാഴ്ചകളൊക്കെ ഞാൻ അവിടെ എത്തിയിട്ട് വ്ളോഗിലൂടെ നിങ്ങൾ കാണുന്നതായിരിക്കും. സോ നമുക്ക് അങ്ങോട്ട് പോകാം ഗൈസ്. ബസ് അവിടെ സ്റ്റോപ്പിൽ നിർത്തിയിട്ടുണ്ട്. സോ നമുക്ക് വേഗം പോയി സീറ്റ് പിടിക്കാമെന്നുള്ള കുറേ സീറ്റ് കാലിയാണ്. എന്നാലും നമ്മളൊരു മനസ്സമാധാനത്തിന് പണ്ടൊക്കെ വിരുന്ന് പോകുമ്പോൾ ഇങ്ങനെ ഓടിച്ചാടി കയറി ബസ്സിൽ സീറ്റൊക്കെ പിടിക്കേണ്ട ഒരവസ്ഥയാണ്. ബസ് ഇങ്ങോട്ട് വരുന്നുണ്ട് ഗൈസ്. ഞാൻ അങ്ങോട്ട് ബസ്സിനൊക്കെ ഇരിക്കണ്ട. ഹായ് ഗൈസ്, ഇവിടെ നല്ലൊരു അടിപൊളി പള്ളിയുണ്ട്. പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടുപിടിക്കാം. നല്ല രസമല്ലേ ഗൈസ്? ഞങ്ങൾ ഇത്രയും മഴ കൊണ്ടാണ് ഞങ്ങൾ പെണ്ണിൻ്റെ വീട് കാണാൻ പോകുന്നത്. അവസ്ഥാനന്തരാണ് ഗൈസ്. നല്ല വണ്ടി ഇടിച്ച് ചാവൂലേക്ക് മഴയും പെയ്ത് കണ്ടുവന്നു. മുന്നിൽ കുറച്ച് ആൾക്കാർ ഉണ്ട്, ബാക്കിൽ കുറച്ച് ആൾക്കാരുണ്ട്. അങ്ങനെ നമ്മൾ തപ്പിപ്പിടിച്ചത് ആ വീട്ടിലെത്തി. വീട് നമുക്ക് വേണ്ടി വാങ്ങി കിടന്നിരുന്നു. അങ്ങനെ ഫൈനലി കറണ്ടും വന്നു. നമ്മൾ വന്ന സമയത്ത് ഇവിടെ കറണ്ട് ഇല്ലായിരുന്നു. ഇപ്പം കറണ്ട് വന്ന് നമ്മൾ വീടൊക്കെ കാണുകയാണ്. വീട് കണ്ട് നമുക്കിനി ബസ്സിൽ കയറിയിട്ട് കാണാം. സോ അതാണ് നല്ലത്. കാരണം അല്ലാണ്ട് ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ ഇറങ്ങണം, സമയമില്ല. എന്തായാലും നമ്മൾ വീട്ടിലെത്തുമ്പോൾ ലേറ്റ് ആകും, ബ്ലോക്കും മഴയും കാരണം. നമ്മൾ പെട്ടെന്ന് സ്പീഡാക്കി ഇറങ്ങുന്നുണ്ടല്ലോ. അപ്പൊ നമ്മള് അനശ്വര മാളു സ്റ്റോറീസിലെ വ്ളോഗ് മാളൂസിന്റെ ചേച്ചിയുടെ കല്യാണം, മാളൂസിന്റെ കല്യാണം നമ്മൾ എന്തൊക്കെ വിവരക്കേട് പറയുന്നു ഗൈസ്. ഇതാണ് മോൾട്ടി. എൻ്റെ ഒരു ആരായിട്ടൊന്നും വരില്ല, പക്ഷെ എൻ്റെ അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരു എന്താ പറയുക കട്ട ചങ്ങാണ്. ഇത് അനുവേച്ചി. ആളെന്റെ ഇളയതാണ്, മൂത്തതാണെങ്കിൽ കൂടി അനിയക്കെണിക്കുന്നത്. വലപ്പം കൊണ്ട് എന്റെ അനിയത്തിയാന്ന് വിചാരിക്കുന്നത്. ഇവള് എന്റെ ഇളയതാണെങ്കിൽ കൂടി ഇവളെന്റെ ഏച്ചിയാന്ന് വിചാരിക്കാൻ കഴിച്ചു. ഇതാണ് നമ്മുടെ ഏറ്റവും ഇളയ ചെക്കൻ. പക്ഷേ ഇവരെ കണ്ടാലും തോന്നും ഞങ്ങളെക്കാളൊക്കെ മുന്നേ കല്യാണം കഴിച്ച രണ്ട് മക്കളൊക്കെ ചർമ്മം കണ്ട പ്രായം തോന്നി. ഷാരോണേട്ടൻ പരിചയപ്പെടുത്തി. ഷാരോണേട്ടൻ മുത്തേച്ചിന്റെ ഭർത്താവാണ്. ഏതോ ഈ മുത്തേച്ചി അത് മുത്തേച്ചിനെ വിളിക്കും. മുത്തേച്ചിനെ പരിചയപ്പെടുത്താം. ആദ്യം ഞങ്ങൾ വീട്ടിൽ കയറിയില്ലേ ഭാര്യയോട് ചീത്തക്കും. നമ്മുടെ ദുബായ് വാല. ആള് ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആണ്. നാളെ മുഖം ഒന്ന് കാണിച്ചിരുതാ. ഇതാണ് ആള്. കെട്ടി 2 പിള്ളേരായി. ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ ഇവിടെ വയ്യാതെ നടക്കുകയാണ്. വരണം എന്നുള്ളൊരു അത് ഞങ്ങളങ്ങ് സാധിച്ചു കൊടുത്തു. അതെ, എന്റെ പേര് കോയപ്പി എന്നാണ്. ഞങ്ങളുടെ ഫേമസ് കോയപ്പിയാണ്. നാട്ടിലുള്ള എല്ലാ കോഴികളുടെയും അപ്പി കോരുന്നതാണ്. അപ്പൊ നമ്മള് 3 പേരും വീടൊക്കെ കണ്ടിതാ. നല്ല മഴ കൊണ്ട് നമ്മൾ ബസ്സിന്റെ അടുത്തേക്ക് പോവാണ്. നല്ല വീടല്ലേ? എങ്ങനെയുണ്ട് വീടിന്റെ അഭിപ്രായം? അടിപൊളി വീടാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒറ്റത്തട്ട് വീടുകളില്ലെങ്കിൽ പോലും നല്ല സ്പേസ്ഫുൾ ആണ്. സൂപ്പറാണ്, അടിപൊളിയാണ്. ഇവിടെ കൊടക്ക് കഴിഞ്ഞ് അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ മിറ്റാണ്, അതാണ് വീടിന്റെ ഹൈലൈറ്റ്. നല്ല യെസ് ഗായ്സ്, അപ്പൊ നമുക്ക് വേറെ പോയി ബസ്സിൽ കയറാം. സോ ഗായ്സ്, അപ്പം ഇതാണ് നമ്മുടെ ഒരു തൃശ്ശൂർ വ്ലോഗ്. മനുഷ്യങ്ങളെല്ലാം ഉണ്ടാക്കി നോക്കി നിൽക്കും. സോ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ തൃശ്ശൂർ വ്ലോഗ്. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ലോഗ്. സോ മാളു സ്റ്റോറീസിന്റെ പുതിയ വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ ട്യൂൺ.